ഓം. പ്രപഞ്ചത്തിൻ്റെ ഓരോ ചലനങ്ങൾക്കും ആധാരശബ്ദം ഓംകാരമാണ്. ഈശ്വരനും ഓംകാരവും ഒന്നുതന്നെ എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. കളങ്കമില്ലാത്ത ഈശ്വരഭജനമാണ് പ്രണവം എന്നുദ്ദേശിക്കുന്നതും. ഏത് വേദസ്ഥിതിയായാലും ഏത് മന്ത്രമായാലും ഏത് ക്രിയയായാലും തുടങ്ങുന്നത് ഓം എന്ന മന്ത്രത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ്. ലോകത്തിലെ ആദ്യത്തെ മന്ത്രധ്വനിയും ഓംകാരമാണ്. ഓംകാരം നാദരൂപമായതിനാൽ ബ്രഹ്മത്തെ നാദബ്രഹ്മം എന്ന് വിളിക്കുന്നു. കടലിൻ്റെ ഇരമ്പലിനും കാറ്റിൻ്റെ ചൂളവും ഇടിമുഴക്കത്തിൻ്റെ ധ്വനിയും ഓംകാരത്തിൽ ലയിക്കുന്നു. ഏകവും പഞ്ചമവും ശൂന്യവും ഓംകാരത്തെ തിരിച്ചറിയുന്നു. നമ്മുടെ ശ്വാസത്തിൽ പോലും ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ ആരോഹണാവരോഹണമാണ്. അതിഗഹനമായ തത്വങ്ങളാണ് ഓം എന്ന അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നത്. ഓം എന്ന അക്ഷരം എങ്ങനെ ഉണ്ടായി, എന്ന് ഉണ്ടായി എന്ന് വ്യക്തമായി പറയുവാനാകില്ല. സകല വേദങ്ങളിലും ഓം എന്ന അക്ഷരം വരുന്നുണ്ടെന്നതിനാൽ ഇതിന് വേദത്തോളം അല്ലെങ്കിൽ അതിലും കൂടുതൽ പഴക്കമുണ്ടെന്നും ഇതിന് വേദങ്ങളോളം പ്രസക്തിയുണ്ടെന്നും കരുതപ്പെടുന്നു. വേദം എന്ന വാക്കിനർത്ഥം അറിവ് എന്നാകുന്നു. ഇപ്പറഞ്ഞ എല്ലാ അറിവും ഓം എന്ന അക്ഷരത്തിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഓം എന്ന അക്ഷരത്തിൽ നിന്ന് തന്നെയാണ് വേദമുണ്ടായത് എന്ന് കരുതി വരുന്നതിലും തെറ്റില്ല. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് പിടിച്ചുയർത്തുന്നതിൻ്റെ പ്രതീകമാണ് ഓംകാരത്തെ കരുതി വരുന്നത്. ആ, ഉ, മ എന്നീ മൂന്നക്ഷരങ്ങളുടെ സങ്കലനമാണ് ഓംകാരം എന്നത്. ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ അക്ഷരത്തിനും അതിൻ്റെ അർത്ഥവ്യാപ്തിയുണ്ട്. ആ ആദിമത്വത്തെയും, ഉ ഉത്കർഷത്തെയും, മാ മിതിയെയും ചൂണ്ടിക്കാണിക്കുന്നു. അതിനാലാകണം ഓംകാരത്തെ സൃഷ്ടിസ്ഥിതിലയങ്ങളുടെ പ്രതിനിധീകരണ ശക്തിയായി വിശേഷിപ്പിക്കുന്നതും. പുണ്യപുരാണ ഗ്രന്ഥങ്ങളും ആചാര്യന്മാരുമൊക്കെ ഓംകാരത്തെ വിവരിച്ചിട്ടുണ്ട്. ഹൈന്ദവ ദർശനത്തിൽ എന്നതിലുപരി സിഖ്, ബുദ്ധ, ജൈനമതങ്ങളിലും ഓംകാരത്തെ അതേ അർത്ഥത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഓംകാരത്തിൻ്റെ അർത്ഥതലങ്ങളെ പാരാവാരമായി ആചാര്യന്മാർ വിവരിച്ചിട്ടുണ്ടെങ്കിലും കളങ്കമില്ലാത്ത ഈശ്വരഭജനമെന്നാണ് പ്രണവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായി ഓംകാരം ജപിക്കുന്നവനാരോ അവന് തന്നിലുള്ള മൃഗീയ വാസന മാറ്റി ജീവിത വിജയത്തിലെത്തിച്ചേരാം. വേദങ്ങളിലും ഉപനിഷത്തുകളിലും തത്വശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പ്രണവമന്ത്രത്തിൻ്റെ ദിവ്യ മഹാത്മ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. നിത്യമായ ഓംകാര ജപം കൊണ്ട് ദേവേന്ദ്രൻ അസുരന്മാരുടെ ഹീനശക്തിയെ നേരിട്ട കഥകൾ അഥർവവേദത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മത്തെ അറിയാൻ ഓം ഉപയോഗിക്കാമെന്ന് യജുർവേദം അനുശാസിക്കുന്നു. ഓംകാരം പരബ്രഹ്മമായി കഠോപനിഷത്ത് വിവരിക്കുമ്പോൾ മുണ്ടകോപനിഷത്താകട്ടെ ഓംകാരധ്യാനം പരമാത്മാവുമായി ആത്മൈക്യം പ്രാപിക്കാൻ സഹായിക്കുമെന്ന് ഉപദേശിക്കുന്നു. ഭഗവത്ഗീതയിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് താൻ ശബ്ദങ്ങളിൽ ഓംകാരമാണെന്നാണ്. പരമ്പൊരുളിൽ ലയിച്ച് സാമാന്യാവസ്ഥയിലിരിക്കുന്ന പ്രകൃതി വിഷമാവസ്ഥയിലേക്ക് നീങ്ങുന്ന പ്രവർത്തനത്തെയാണ് സൃഷ്ടിസ്ഥിതിലയങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതി സാമാന്യാവസ്ഥയിൽ നിന്ന് വിഷമാവസ്ഥയിലേക്ക് നീങ്ങുവാൻ തുടങ്ങുമ്പോൾ സ്പന്ദനം ആരംഭിക്കുന്നു. ഇപ്രകാരമുള്ള സ്പന്ദനത്തിൻ്റെ ആദ്യ ശബ്ദമാണ് പ്രണവം അല്ലെങ്കിൽ ഓംകാരം. സാധകൻ്റെ അന്ധകരണം പ്രകൃതിയുടെ വിഷമാവസ്ഥ ആരംഭിക്കുന്ന ആദിമസ്ഥിതിയിലെത്തുമ്പോൾ പ്രണവശബ്ദം കേൾക്കുമാറാകുന്നു. പരമാത്മസ്വരൂപമായ ഈ പ്രണവത്തിൻ്റെ ബാഹ്യതലം നാമരൂപ